ഹലോ, വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് എടുക്കണില്ലേ? റീൽസ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ചാണ്. ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് സാർ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കുക? സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്കും ഉത്തരമില്ല. ബട്ട് വിൽ ട്രൈ ടു ഫിഗർ ഔട്ട്, റൈറ്റ്? നമ്മൾ പഠനത്തിനിടയിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കണമെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും കുറേ സമയം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുറക്കും, ഒരു റീല് കാണും, പിന്നെ അടുത്ത റീലാവും, പിന്നെ അടുത്ത റീലാവും. അവസാനം അന്നത്തെ ഡാറ്റ കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുക നമ്മൾ ഒരുപാട് സമയം അതിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അതേപോലെ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലോട്ട്, അതിൽ തന്നെ കുറെ തംബ്നെയിൽ ബൈറ്റ്സ് ഉണ്ടാവും. പൃഥ്വിരാജ് ചായക്കടയിൽ കയറി കാണിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത് തുറന്നു നോക്കി 2 മിനിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പൃഥ്വിരാജ് ഏതോ ചായക്കടയിൽ കയറി ചായ കുടിച്ചതാണ് എന്ന്. അതേപോലെ ഈ നടി ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അയാൾ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ ക്ലിക്ക് ബൈറ്റ്സ് ആയിട്ടുള്ള കുറെ ലിങ്കുകൾ. ഇതിലൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴേക്ക് നമ്മുടെ വിലപ്പെട്ട പഠിക്കേണ്ട ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെ ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള വേൾഡ്. ഈ ഡിജിറ്റൽ മീഡിയയിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വന്നാലും ചില വർക്കിലും നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫിലിംസ് കാണാൻ തുടങ്ങി, ഇങ്ങനെ കുറേ സമയം നമുക്ക് പോകും. ഒരു പക്ഷേ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ ടൈം പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് 2 കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ ഒരു കാര്യം നടക്കുന്നത്. ഒന്നാമത്തത്, വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് വെരി ഹാർഡ്. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാർഡ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നു, JEE എക്സാമിന് വേണ്ടി പഠിക്കുന്നു. ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവാത്ത ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വി മേ ഹാവ് ടു സ്പെൻഡ് അവേഴ്സ്. സോ ഇറ്റ്സ് എ ഹാർഡ് തിങ്. ആ ഹാർഡ് തിങ്ങിൽ നിന്ന് ഈസി ആയിട്ടുള്ള കാര്യത്തിലോട്ട് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്നു. ഈസി ആയ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കാൻ ഈസിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദർ ആർ ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ് അറൗണ്ട് us. നമുക്ക് ചുറ്റും ഡിസ്ട്രാക്ഷൻസ് വളരെ പ്രോമിനന്റ് ആണ്. ഇപ്പോൾ ഫോൺ, എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ലേണിംഗും ഓൺലൈൻ ലേണിംഗും ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വെച്ചിട്ടും ടിങ് 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 എന്ന് പറഞ്ഞ ശബ്ദം നമ്മൾ കേൾക്കും. യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും, എനിക്കടക്കം, ഒരു ആഗ്രഹമായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്ത എൻ്റെ ഫോട്ടോക്ക്, നല്ല രസകരമായ ഫോട്ടോക്ക് എത്ര ലൈക്ക് കിട്ടി, ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത റീലിന് എത്ര വ്യൂസ് കിട്ടി, ഇതെല്ലാം അറിയാനൊരു താല്പര്യം ഉണ്ടാവും, റൈറ്റ്? ഇത് ആക്ച്വലി ന്യൂറോളജിക്കലി ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു സോഷ്യൽ കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ആളുകളുമായി സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡോപ്പമിൻ ലെവൽ റൈസ് ചെയ്യും, നമ്മുടെ ഒരു ഹോർമോൺ ലെവൽ റൈസ് ചെയ്യും. അപ്പൊ ആ ഹോർമോൺ ലെവലിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം പിന്നെ ഓരോ തവണ ലൈക്ക് കിട്ടുമ്പോഴും നമ്മുടെ ഡോപ്പമിൻ റൈസ് ചെയ്യും. ഇതൊരു നോർമൽ ആക്ടിവിറ്റി ആയി മാറും. നമുക്കൊരു ലൈക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുമ്പോഴോ ഇതേ ഡോപ്പമിൻ ലെവൽ റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഡോപ്പമിനിലോട്ടുള്ള ന്യൂറൽ പാത്വേസ്, നമ്മുടെ ഈ കണക്ഷൻസിന്റെ ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആവും. സ്വാഭാവികമായിട്ടും അതൊരു ഡെയിലി റൂട്ടീന്റെ ഭാഗമായി മാറും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഫോൺ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഫോൺ എടുത്ത് നോക്കുക. ഒന്ന് വാട്സാപ്പ് നോക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടാതിരിക്കുക. എനിക്കുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വർക്കിൽ നിന്ന്, അത് നിങ്ങൾ പഠിക്കുന്ന പഠനമാവട്ടെ, ഞാൻ ചെയ്യുന്ന എൻ്റെ വർക്കാവട്ടെ, ഒരു പ്രൊഫഷണൽ വർക്കാവട്ടെ, ഇതിനെല്ലാം വളരെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഞാൻ വളരെയധികം റിസർച്ചിന്റെ ബേസിസിൽ കാൾ ന്യൂപോർട്ട് എന്ന ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ എഴുതിയ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞ അതിമനോഹരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ബേസിസിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ആളുകൾക്ക്. രണ്ടാമതായിട്ട്, ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഒരു വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ വർക്ക്ഷോപ്പ് ഞാൻ നടത്തുക. ഇതിപ്പോൾ എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഇത് വളരെ ഡീപ്പായിട്ട് എങ്ങനെ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഈ ഒരു അദ്ദേഹം എഴുതിയ ഡീപ്പ് വർക്ക് എന്നുള്ള പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർക്ക്ഷോപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിന് വേണ്ടി നടത്തണം. ഒരു എക്സ്ക്ലൂസീവ് ഓഡിയൻസിന്, ഒരു 300 ആളുകൾക്ക് വേണ്ടി നടത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യാം. ഞാൻ അത് പ്രിപ്പയർ ചെയ്ത് കുറച്ചുകൂടി സ്ട്രക്ചേർഡായി പ്രിപ്പയർ ചെയ്തത് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക്. നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ സാധിക്കും? ഓക്കെ, എന്താണ് ആക്ച്വലി നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടത്? ഇതാണ് ഒരു പ്രൈമറി ക്വസ്റ്റ്യൻ.
അതിന് വേണ്ടത് ഡീപ്പ് വർക്ക് ആണെന്നാണ് കാൽ ന്യൂപോർട്ട് പറയുന്നത്. എന്താണ് ഡീപ്പ് വർക്ക് എന്ന് വെച്ചാൽ? ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക്, നിങ്ങളുടെ പഠനമാവട്ടെ അല്ലെങ്കിൽ എന്റെ ജോലി ആവട്ടെ, അത് വളരെ അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വളരെ ലോങ് ടൈമിൽ ചെയ്യുന്നതിനെയാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഈ ഡീപ്പ് വർക്കിലൂടെ ആക്ച്വലി സംഭവിക്കുന്നത് നമ്മുടെ സ്കിൽസ് വർദ്ധിക്കുകയാണ്, നമുക്ക് പഠിക്കാനുള്ള സ്കിൽസ് വർദ്ധിക്കുകയാണ്. പഠനമാണെങ്കിൽ പഠിക്കാനുള്ള സ്കിൽസ് വർദ്ധിക്കുന്നു. അതോടൊപ്പം സംഭവിക്കുന്നത് നമ്മുടെ ഈ വർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ളൊരു നമുക്കുള്ളൊരു കഴിവ് കൂടി വർദ്ധിക്കുകയാണ്. അതായത് വീണ്ടും വീണ്ടും ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി വർദ്ധിക്കുകയാണ്. പലപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്താണ്? ഒരു തവണ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ വർക്ക് പ്രശ്നമായി കഴിഞ്ഞാൽ, നമ്മുടെ പഠനം പ്രശ്നമായി കഴിഞ്ഞാൽ, പിന്നെ ആ ഒരു താളത്തിലോട്ട് അല്ലെങ്കിൽ ആ റിതത്തിലോട്ട് തിരിച്ചു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡീപ്പ് വർക്ക് അവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഡീപ്പ് വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡീപ്പ് വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സിംഗിൾ ടാസ്കിങ്. അത് മൾട്ടി ടാസ്കിങ് അല്ല, ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ റിയാലിറ്റി ഷോ കണ്ടുകൊണ്ട് പഠിക്കുന്നതോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോ അല്ല ഡീപ്പ് വർക്ക്. നമ്മൾ കൃത്യമായി ഓരോരുത്ത് ഐസൊലേറ്റഡ് ആയിട്ടിരുന്ന് ഡിസ്ട്രാക്ഷൻസ് ക്രിയേറ്റ്. രണ്ടാമത്തെ characteristics, no distraction, whether it's your phone, whether someone calling you from home, no distractions ഇല്ലാതെ ചെയ്യുന്നതാണ് ഡീപ്പ് വർക്ക് എന്നുള്ളത്. മൂന്നാമത്തത് ഇന്റൻസ് ഫോക്കസ് ആണ്. ഇന്റൻസ് ഫോക്കസ് ആണ് വേണ്ടത്. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നമുക്ക് ഇന്റൻസ് ഫോക്കസ്ഡ് ആയിട്ട് കൂടുതൽ സമയം നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമോ? കൂടുതൽ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റൻസ് ഫോക്കസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറഞ്ഞ സമയം മതിയാവും നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പല ആളുകളും ചോദിക്കാറുണ്ട്, സർ എത്ര സമയം പഠിക്കണം, എത്ര സമയം ഉറങ്ങണം എന്നുള്ളതൊക്കെ. നമ്മൾ പഠിക്കുന്ന സമയം ഈ ഇന്റൻസ് ഫോക്കസോട് കൂടി ഡീപ്പ് വർക്കിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. നാലാമത്തത് ഫോർ എക്സ്റ്റെൻഡഡ് പീരിയഡ്സ് ഓഫ് ടൈം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂറിനല്ല, എക്സ്റ്റെൻഡഡ് ടൈം ഓഫ് വർക്ക്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ചില സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ്, നിങ്ങൾക്ക് ഹാർഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പഠിച്ച് കുറെ സമയം കഷ്ടപ്പെട്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടോ? എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിലും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ആക്ച്വലി ഡീപ്പ് വർക്ക് എന്നുള്ളത്. അപ്പൊ അതിന് ചിലപ്പോൾ നമ്മൾ കുറെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്കൊരു അരമണിക്കൂർ പഠിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൺ 1 മണിക്കൂർ, ദാറ്റ് മേ നോട്ട് ബി പോസിബിൾ. ഒരു കോൺസെപ്റ്റ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി മേ ഹാവ് ടു സ്പെൻഡ് ഹവേഴ്സ് ഓൺ ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡീപ്പ് വർക്കിനുള്ളത്. 1, ഇറ്റ്സ് സിംഗിൾ ടാസ്കിങ്. Second thing, there are no distractions. 3, it is intensely focused. And 4, for an extended period of time. ഇതില്ലാത്ത എന്തും ഷാലോ വർക്കാണ്. ഓക്കെ, ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല വർക്കും പകുതിയായിട്ടാണ് അടുത്ത വർക്കിന് കിടക്കുക. അപ്പോൾ റിസർച്ചുകൾ പറയുന്നത് there is something called an attention residue. പഴയ ടാസ്കിൽ ബാക്കി വെച്ച പല കാര്യങ്ങളും നമ്മുടെ അറ്റൻഷനിലോട്ട് വരുന്നു. പഴയ ടാസ്കിൽ ചെയ്യണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നമ്മൾ ബാക്കി വെച്ചിട്ടായിരിക്കും ഇതിലോട്ട് വരിക. അപ്പൊ നമ്മുടെ മനസ്സിൽ എവിടെയോ അത് ഉണ്ടാവും, അതിങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. അത് ചിലപ്പോൾ ഈവൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാകും, വീട്ടിൽ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് അത് പകുതി വെച്ച് നിർത്തിയിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നതാവാം. ഒരുപക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ അറ്റൻഷൻ റെസിഡ്യൂ ഇല്ലാതെ ഒരു ടാസ്കിൽ നിന്ന് മറ്റൊരു ടാസ്കിലോട്ട് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് ഫോർ ലോങ് പീരിയഡ്സ്, ഡീപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദീർഘമായ സമയത്തോട്ട് ഫുൾ കോൺസെൻട്രേഷനിലൂടെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ, വേണമെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു ഡെസ്ക്, ഒരു കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് നിങ്ങൾ പഠിക്കാനായി മാത്രം ഉപയോഗിക്കുക. അതിന്റെ അടുത്ത് നിങ്ങളുടെ ഫോണോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല, അവിടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനെയാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഇത് പറയാൻ വളരെ എളുപ്പമാണ് അല്ലെ? എനിക്കും പറയാൻ എളുപ്പമാണ്, നിങ്ങൾക്കും തിയറി പറയാൻ എളുപ്പമാണ്. സാറേ അതൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്. പക്ഷെ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെയാണ് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക? ഇതൊരു സ്കില്ലാണ്. ഈ സ്കില്ല് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? അതിന് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇത് നമ്മുടെ റിച്വൽസിന്റെ, നമ്മുടെ ഹാബിറ്റ്സിന്റെ പാർട്ടാക്കി ഇത് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ടുഡേ അല്ലെങ്കിൽ എവറി ഡേ 10 to 12 അല്ലെങ്കിൽ 9 to 12 ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യും. ആ സമയത്ത് ഞാൻ ഫോൺ നോക്കില്ല. ഒരു എന്ത് സംഭവിച്ചാലും ആന കുത്തിയാലും ഞാൻ അനങ്ങില്ല. വീട്ടിലൊരു പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുക. ഞാൻ കംപ്ലീറ്റ്ലി പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 9 to 12 ആൻഡ് ആഫ്റ്റർനൂൺ 4 to 7 എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്താൻ നമുക്ക് കഴിയണം. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, രാവിലെ നിങ്ങൾ എണീറ്റതിന് ശേഷം ഓരോ മണിക്കൂർ നിങ്ങൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യും എന്ന് എഴുതി വെക്കുക. നോർമലി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ അടക്കം, ഈവൻ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതടക്കം നിങ്ങളുടെ ആ ഒരു ടൈം ടേബിളിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. ഈ
ടൈം ടേബിൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരു ടൈം ടേബിളിൽ റിജിഡായി സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസിന്റെ ഉദ്ദേശം. മറിച്ച് നമ്മുടെ സമയം നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടാസ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ടൈം ടേബിൾ, ഓരോ മണിക്കൂറിനുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ടൈം ടേബിൾ തെറ്റും. എനിക്ക് ഒരു പാഠം നമ്മൾ ബയോളജിയിൽ പഠിക്കാൻ ശ്രമിച്ചു, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് 2 hours it took 3 hours. That's fine. അങ്ങനെയാണെങ്കിൽ ടൈം ടേബിൾ ജസ്റ്റ് മാറ്റണം എന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ആ ടൈം നമ്മുടെ കൺട്രോളിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അത്തരം ഒരു ടൈം ടേബിൾ, ഒരു ഡെഡിക്കേറ്റഡ് ടൈം, അതേപോലെ ചില ഡെഡിക്കേറ്റഡ് ടൈംസ് നമ്മൾ ഫിക്സ് ചെയ്യും. എന്ത് സംഭവിച്ചാലും നമ്മൾ കൃത്യമായിട്ട് ഈ സമയത്ത് വേറെ ഒന്നിനും നമ്മൾ ചെവി കൊടുക്കില്ല എന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ചില സമയങ്ങൾ ഉണ്ടാവണം. അത് നമ്മുടെ ഏറ്റവും നല്ല പീക്കായിട്ടുള്ള ടൈം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇടയ്ക്ക് ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ മീഡിയയിലോട്ടും മറ്റൊക്കെ നമ്മൾ പോവുക. ഈ ഇടയ്ക്ക് ബോറടിക്കാം എന്നുള്ളൊരു തീരുമാനം നമ്മൾ വെക്കുക. എംബ്രേസ് ബോർഡം എന്ന് കാൽ ന്യൂപോർട്ട് പറയുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് ബോറടിക്കാം. ഈ ബോറടി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, നമ്മൾ അതുവരെ ചെയ്ത വർക്ക്സ് ഇല്ലാതാക്കുക. നമ്മൾ ചിലപ്പോൾ റീല് കണ്ടു തുടങ്ങും, പിന്നെ കുറേ സമയം റീൽസ് ആവും. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് തുടങ്ങും, പിന്നെ കുറേ സമയം മെസ്സേജ് ആവും. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഡീപ്പ് വർക്കിനുള്ള കേപ്പബിലിറ്റീസ് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെയാക്കും എന്ന് റിസർച്ചേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ ബ്രെയിന് പിന്നെ നോർമലി ഡിസ്ട്രാക്ഷൻസ് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ നോക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാട്സാപ്പ് നോക്കണം. നമുക്കങ്ങനെ തോന്നും, ഒരു മണിക്കൂർ പഠിച്ചില്ല പിന്നെ നോക്കിയാൽ എന്താ. അപ്പോൾ അത് നമ്മൾ ആ ഡിസ്ട്രാക്ഷൻസിന് യെസ് പറയുന്ന ഒരവസ്ഥ വരും. അപ്പോൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക. പറ്റുമെങ്കിൽ ക്വിറ്റ് സോഷ്യൽ മീഡിയ. പറ്റുമെങ്കിൽ എന്നല്ല, നിങ്ങളൊരു എൻട്രൻസിനൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ യു ഡോണ്ട് നീഡ് സോഷ്യൽ മീഡിയ. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ക്വിറ്റ് ചെയ്യുക. ഒരു 5 ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോവാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ നോക്കുക. അതേപോലെ ഫേസ്ബുക്ക് ക്വിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വീണ്ടും പറയാൻ എളുപ്പമാണ്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഇനി വാട്സാപ്പാണ് നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നതെങ്കിൽ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ വാട്സാപ്പ്? എന്താണ് വാട്സാപ്പിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? നിങ്ങളുടെ ക്ലാസ്സസിന്റെ ഷെഡ്യൂളോ മറ്റോ ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ പാരന്റ്സിനെ ഏൽപ്പിക്കുക. ആസ്ക് ദം ടു കൺവേ ദാറ്റ് മെസ്സേജ്. നിങ്ങൾക്ക് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ആ സംശയം ചോദിക്കാനുള്ള സമയം മാത്രം നമുക്ക് വാട്സാപ്പിൽ ഫോൺ ഉപയോഗിക്കാം. അതർ ടൈംസ് ഗിവ് ദാറ്റ് ടു യുവർ പാരന്റ്സ്. ഓക്കെ, ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ പിന്നെ നമുക്ക് അതിലെ നോട്ടിഫിക്കേഷൻ നോക്കേണ്ടി വരും. നമുക്ക് ഇടയ്ക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ സ്വാഭാവികം നമ്മുടെ ഡോപ്പമിൻ ലെവൽ റൈസ് ആവും. എത്ര ലൈക്സ് എനിക്ക് കിട്ടി, എങ്ങനെ എനിക്ക് കൂടുതൽ ലൈക്സ് കിട്ടും എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് തുടങ്ങും. ഇറ്റ് ഈസ് അഗെയിൻ നമ്മുടെ അറ്റൻഷൻ റെസിഡ്യൂ, നേരത്തെ പറഞ്ഞ മൾട്ടി ടാസ്കിങ് അറ്റൻഷൻ റെസിഡ്യൂ നമ്മൾ അറിയാതെ അവിടെ വരും. അപ്പോൾ ടാസ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സീരിയസ് ആയി ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല ടാസ്ക് എന്നുള്ളത്. സോഷ്യൽ മീഡിയ നമ്മളൊരു സംഭവം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ടാസ്ക് ആണ് അല്ലെ, അത് നമ്മൾ ടാസ്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ട്രാക്ഷൻസിനോട് നോ പറയാൻ ബുദ്ധിമുട്ടാണ്. സോ ഡിസ്ട്രാക്ഷൻസിനോട് നോ പറയുന്നതിന് പകരം ദർ വിൽ ബി എ വൈഡ്ലി ഇമ്പോർട്ടന്റ് ഗോൾ ഫോർ യു. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും. വാട്ട് കുഡ് ബി യുവർ ഗോൾ? അടുത്ത നീറ്റ് എക്സാമിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് ബിലോ 1000 റാങ്ക് നേടണം. അടുത്ത JEE എക്സാമിൽ എനിക്ക് ബിലോ 1000 റാങ്ക് നേടണം. അല്ലെ, എനിക്കൊരു IIT അഡ്മിഷൻ കിട്ടണം. എനിക്ക് 5 വർഷത്തിനപ്പുറം, ഇപ്പോൾ നിങ്ങളൊരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണെങ്കിൽ എനിക്ക് പഠിക്കണം, എനിക്ക് ഫുൾ A+ നേടണം. ഇങ്ങനെ പല 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 വൈഡ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. നിങ്ങൾക്ക് അത്തരം അംബീഷ്യസ് ആയിട്ടുള്ള ആ ഗോളിന്റെ മുമ്പിൽ അതിന് യെസ് പറയണം എന്നുണ്ടെങ്കിൽ, ആ ഗോൾ നേടണം എന്നുണ്ടെങ്കിൽ ചില നോകൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. സോ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് നോ ടു ഡിസ്ട്രാക്ഷൻസ്, സേ യെസ് ടു ദാറ്റ് അംബീഷ്യസ് ഗോൾ. നിങ്ങളുടെ ആ അംബീഷ്യസ് ഗോൾസിന് യെസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും എല്ലാം നമ്മുടെ വഴിയിൽ നിന്ന് നീങ്ങും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ വാട്ട് ഐ ട്രൈ ടു കൺവേ ഹിയർ, ഇത് വളരെ സിമ്പിളായി തോന്നാം, പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ അടക്കമുള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വൺസ് യു ഇംപ്ലിമെന്റ് ദിസ് ഡീപ്പ് വർക്ക് റൂട്ടീൻ ഇൻ യുവർ ലൈഫ്, ഇറ്റ് വിൽ ഡു വണ്ടേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. സോ ഐ എം ട്രൈങ് ടു കണ്ടക്ട് എ വർക്ക്ഷോപ്പ് എൻറ്റയർലി ഫോർ ദിസ്. ഒരു 300 ആളുകൾക്ക് വേണ്ടിയുള്ള വർക്ക്ഷോപ്പ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകാം. വൺസ് ഇറ്റ് കംപ്ലീറ്റ്സ് 300 പീപ്പിൾ നമ്മൾ സൂമിലോ മറ്റോ ആയിട്ട് നമ്മൾ ആ വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യും. എക്സ്ട്രീംലി ഇത് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ഞാനും ഒന്ന് പഠിക്കാനും നിങ്ങൾക്കത് പഠിച്ചത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത്, നിങ്ങൾക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസ് എന്തെല്ലാമാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക.